നമസ്കാരം. കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങുമ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോഴും ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തുമ്പോൾ മൃഗങ്ങളെ പിടിക്കാനായി ഇറങ്ങിത്തിരിക്കുമെന്നതാണ് അവസ്ഥ. വയനാട്ടിൽ ഈ വർഷം മാത്രം കാട്ടാന ആക്രമണത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. ഇന്ന് മരിച്ചപ്പോൾ പടമല സ്വദേശി അജീഷ്, തോൽപ്പെട്ടി സ്വദേശി ലക്ഷ്മണൻ എന്നിവർക്കാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇന്ന് രാവിലെ 9:30യോടെയാണ് കുറുവ ദ്വീപ് ടൂറിസം കേന്ദ്രം ജീവനക്കാരനായ പോളിനെ കാട്ടാന ചവിട്ടിയത്. നെഞ്ചിൽ ചവിട്ടേറ്റ പോളിന്റെ വാരിയല് തകർന്ന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇതിനിടെ ചികിത്സ വൈകുന്നുവെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉടനടി ആശുപത്രിയിലെത്തി എത്രയും പെട്ടെന്ന് ചികിത്സ ഉറപ്പാക്കുകയായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടെയാണ് പോളിനെ കൊണ്ടുപോകാൻ എയർ ആംബുലൻസ് എത്തുമെന്ന് അറിഞ്ഞത്. എന്നാൽ ഹെലികോപ്റ്റർ എത്തിയെങ്കിലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. മാനന്തവാടി GVHSS ഗ്രൗണ്ടിൽ 1 മണിയോടെയാണ് ഹെലികോപ്റ്റർ ഇറക്കിയത്. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ പോളിനെ ICU സംവിധാനമുള്ള എയർ ആംബുലൻസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. മാനന്തവാടിയിൽ എത്തിയതാവട്ടെ ഇരുന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററും. ഈ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല പോൾ എന്നുറപ്പായതോടെ അരമണിക്കൂറോളം നിർത്തിയിട്ട ഹെലികോപ്റ്റർ ആംബുലൻസ് ചുരം കടന്നു പോയതോടെ തിരിച്ചു പോവുകയായിരുന്നു. തുടർച്ചയായി ആളുകൾ വന്യമൃഗ ആക്രമണത്തിന് ഇരയാകുന്നതോടെ വയനാട്ടിലെ ജനം വലിയ പ്രതിഷേധത്തിലാണ്. അതിനിടെ പോളിന് മതിയായി ചികിത്സ കിട്ടിയില്ലെന്നും മകൾ സോന ആരോപിച്ചു. ആശുപത്രിയിൽ നിന്ന് ചികിത്സ വൈകിപ്പിച്ചുവെന്നും കോഴിക്കോട്ടെത്തിക്കാൻ വൈകിയെന്നുമാണ് പോളിന്റെ മകൾ സോന മാധ്യമങ്ങളോട് പറഞ്ഞത്. മാനന്തവാടിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് വേണ്ട ചികിത്സ കിട്ടിയില്ല, കോഴിക്കോട്ടേക്ക് എത്തിക്കാൻ വൈകി, വേണ്ട ചികിത്സ കൊടുക്കാനുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ രോഗിയെ അവിടെ വെക്കരുതായിരുന്നുവെന്നും സോന പറഞ്ഞു. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ എന്തിനാണ് വൈകിപ്പിച്ചതെന്നും സോന ചോദിച്ചു. ആവശ്യമായ ചികിത്സ കിട്ടിയില്ല, എന്തുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ആവശ്യമില്ലെന്ന് പറഞ്ഞുവെന്നും മകൾ ആരോപിച്ചു. എന്നോടല്ല, എന്തൊക്കെ ചികിത്സ ചെയ്തുവെന്ന് ആശുപത്രിക്കാരോടാണ് ചോദിക്കേണ്ടത്. അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തിനാണ് അത്രയും നേരം പിടിച്ചു നിന്നത്? വലിയ ചികിത്സ കിട്ടിയില്ലെന്ന് ഞാൻ പറയുകയുള്ളൂ. ഒരു ചികിത്സയും നൽകാതെ 2 മണിവരെ എൻ്റെ പപ്പ ജീവിക്കുമായിരുന്നെങ്കിൽ, നേരത്തെ കോഴിക്കോട് എത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും എൻ്റെ പപ്പ ജീവനോട് ഉണ്ടാവുമായിരുന്നു. അവിടെ വേണ്ട ചികിത്സ കിട്ടിയില്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. എന്തുകൊണ്ട് സർജറി ചെയ്തില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ സർജറി ആവശ്യമില്ലെന്ന് പറഞ്ഞു. ആ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് എത്ര നേരം വൈകിപ്പിച്ചു എന്നറിയാമോ എന്നും സോന ചോദിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മുതൽ അരമണിക്കൂർ കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1:05 ആയപ്പോഴാണ് കൊണ്ടുപോയത്. ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. വയനാട്ടിൽ നിന്ന് ആദ്യമായി എയർ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സംഭവമാണെന്ന് പറഞ്ഞ് വലിയ വാർത്തയായിരുന്നല്ലോ. എന്നിട്ടും ഒന്നും നടന്നില്ലല്ലോ. ഹെലികോപ്റ്റർ എവിടെയെന്നും പോളിന് മകൾ ചോദിച്ചു. ആവശ്യമായി ചികിത്സ കൊടുക്കാനുള്ള സൗകര്യമില്ലെങ്കിൽ അവിടെ വെച്ചിരിക്കരുത്. അവരുടെ കുട്ടികളാണെങ്കിൽ അവിടെ വെച്ച് താമസിപ്പിക്കുമോ? ആന കുഴിയിൽ വീണപ്പോൾ അതിനെ പുറത്തെടുത്ത് സുഖം പ്രാപിച്ചു എന്നറിയാതെ ആർക്കും സമാധാനമില്ലല്ലോ. മനുഷ്യന് മൃഗത്തിന്റെ വില പോലും ഇല്ലല്ലോ എന്നായിരുന്നു സോനയുടെ ചോദ്യം. ദിവസങ്ങൾക്ക് മുമ്പ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾ പറഞ്ഞു ആർക്കും ആ ഗതി വരരുതെന്ന്. പക്ഷേ അതേ ഗതി എനിക്കും വന്നിരിക്കുകയാണ്. എനിക്കും എൻ്റെ അച്ഛനെ നഷ്ടമായി. വയനാട്ടിൽ മനുഷ്യജീവന് യാതൊരു വിലയുമില്ല എന്നാണ് സോന ചോദിക്കുന്നത്. വയനാട് ശരിക്കും വന്യമൃഗങ്ങൾക്കുള്ളതാണോ അതോ മനുഷ്യർക്കുള്ളതാണോ? ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്പം പരിഗണന നൽകണം. വയനാട്ടിൽ മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളാണ് ഉള്ളതെന്നാണ് തോന്നുന്നതെന്നും സോന കൂട്ടിച്ചേർത്തു. അതേസമയം സോനയുടെ ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിക്കുകയും ചെയ്തു.